ഈ സ്മാർട്ട് സിറ്റി റോഡ് വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന് CPMന്റെ വിമർശനം എന്ന വാർത്തയാണ്. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിയുടെ പരാമർശം അപക്വമാണെന്നും പ്രതികരണത്തിൽ മന്ത്രി ജാഗ്രത പുലർത്തിയില്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന പരാമർശത്തിലാണ് പാർട്ടിയുടെ അതൃപ്തി. അന്നത്തെ ആ റിയാസിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുവരാം. കരാറുകാരനെ നേരത്തെ ടെർമിനേറ്റ് ചെയ്ത് ഇത്തരമൊരു നിലപാട് നിശ്ചയദാർഢ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ പറ്റിയതാണ്. നാടിന് ഗുണമാണ് ചെയ്തിട്ടുള്ളത്, ഒരു സംശയം വേണ്ടതില്ല. ഇപ്പോൾ ഇതിനെ എല്ലാ നിലയിലും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ നാളെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറും. ആ കരാറ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്ത നിലപാട് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കും. പൊള്ളിയാളുകൾ ബേജാറായാൽ മതിയല്ലോ. തോന്നിയതുപോലെ എന്തു തോന്നിവാസമാകാമെന്ന് കരുതുന്ന ഒരു കൊമ്പൻ കരാറ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തത് പൊള്ളുന്നവർ പേടിച്ചാൽ മതിയല്ലോ, എല്ലാത്തവരെന്തിനും പേടിക്കുന്നത്. എന്തായാലും അത് കടകംപള്ളി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്ത് പ്രശ്നം? ശ്രീജിത്ത്, ഈ പ്രതികരണമാണ് വിവാദമായി തീർന്നത്. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി, പക്ഷേ അത് കടകംപള്ളിയല്ല എന്നുകൂടി ഈ ബൈറ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് കടകംപള്ളിയുടെ ഭാഗത്തു നിന്നും അതൃപ്തി ഉണ്ടാവുകയും പിന്നീട് സെക്രട്ടേറിയറ്റിൽ എത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസിനോടൊപ്പം ആരും ഉണ്ടായില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺ, ഈ പ്രതികരണമല്ല. ഈ പ്രതികരണം വിവാദമായ ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രതികരണമാണ്. യഥാർത്ഥത്തിലുള്ള പ്രതികരണം പാപ്പനംകോട് മുടവൻമുകൾ പാലത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് PA മുഹമ്മദ് റിയാസ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളുന്നുവെന്നായിരുന്നു ആ പരാമർശത്തിൻ്റെ കാതൽ. അന്ന് അത് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ശരത് കെ ശശിയാണ്. അന്ന് നമ്മൾ വൈകുന്നേരം ആ വാർത്ത നൽകിയിരുന്നതുമാണ്. ഇത് അതിനുശേഷം വിവാദമായ ശേഷമുള്ള പ്രതികരണമാണ്. അപ്പോൾ ഈ പൊതുവേദിയിൽ നടത്തിയ കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളുന്നു എന്ന പരാമർശമാണ് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. നേതാക്കളെ MLA മാരെ സംശയത്തിന് നിലനിർത്തുന്ന പരാമർശങ്ങൾ നടത്തിയ മന്ത്രിയുടെ നടപടി അപക്വമായി പോയി എന്ന വിലയിരുത്തലും വിമർശനവുമാണ് സെക്രട്ടറി യോഗത്തിലുണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ആ നിലപാട് പങ്കുവെക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കടകംപള്ളിയുടെ പ്രതികരണത്തിനെതിരെ മന്ത്രി ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ സംസാരിച്ചതിനെതിരെ ജില്ലാ നേതൃത്വത്തിൽ നിന്നടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള. ഇതെല്ലാം കൂടിയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വന്നത്. ആ യോഗത്തിലാണ് മന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം വന്നത്. മന്ത്രി ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി സെക്രട്ടേറിയറ്റിലുണ്ടായി. അതിനുശേഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നിച്ചുള്ള സെൽഫിയും മറ്റും വിഷയം തണുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായത്.